ഞാനിന്ന് മീൻ കറി ഉണ്ടാക്കാൻ പോവുക. അതിനു വേണ്ടി ഒരു ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് തേങ്ങയിട്ട് തേങ്ങയും ചെറിയ ഉള്ളി ഞാൻ ഒരു 10 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളിയും ചേർത്ത് ഞാൻ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ വഴറ്റുന്ന സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ച് വേണം വഴറ്റാൻ. എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അത് അടി പിടിച്ചു പോകും, കരിഞ്ഞു പോയാൽ അതിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇത് നമ്മുടെ ഈ തേങ്ങ നമ്മൾ വഴറ്റിയിട്ട് അതൊരു ബ്രൗൺ കളറിൽ വരുന്ന സമയത്ത് ഞാനാണെങ്കിൽ ഒരു തക്കാളി ഒരു തക്കാളി എടുത്ത് ഞാൻ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക. ആ തക്കാളിയാണെങ്കിൽ ഈ ഇച്ചിരി കളർ ചേഞ്ചായി വഴണ്ട് വന്നതിന് ശേഷം ഞാൻ ആ തക്കാളി ഞാൻ അതിൽ ഇടുക. കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ടു. അത് ഞാൻ വഴറ്റുന്നുണ്ട്. ഇത് വഴണ്ട് വരുന്ന സമയത്ത് അതിലാണെങ്കിൽ ഉലുവ ചേർക്കുക. ഉലുവ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉലുവ ചേർത്തു. 1/2 സ്പൂൺ ഉലുവ ചേർത്തു. അത് വഴറ്റി അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഞാൻ മല്ലിപ്പൊടി 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഈ മല്ലിപ്പൊടി ആണെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഒത്തിരി കൂട്ടി വയ്ക്കാൻ പാടില്ല. മല്ലിപ്പൊടി കരിഞ്ഞു പോയി അതിൻ്റെ ടേസ്റ്റ് മാറും. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചില്ലി പൗഡർ ഇടുക, മുളക് പൊടി ഇടുക. അതാണെങ്കിൽ ഇച്ചിരി അതിൻ്റെ കൂട്ടത്തിൽ ഈ മുളക് പൊടി നമ്മൾ പൊടിക്കുന്ന സമയത്ത് കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ ഇച്ചിരി കളർ കിട്ടും. ഞാനതും ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയാണ്. ഞാനതിട്ട് ജസ്റ്റ് ചൂടാക്കി ഞാൻ എടുക്കുന്നുണ്ട്. ഇതിലാണെങ്കിൽ ഞാൻ 3 അല്ലി വെളുത്തുള്ളി ഞാൻ ഇടുന്നുണ്ട്. ഇച്ചിരി ഒരു 1/4 സ്പൂൺ ജീരകം ഇടുന്നുണ്ട്. ഇതാണെങ്കിൽ ഞാൻ മിക്സി ജാറിലെടുത്ത് അത് ഞാൻ കറിവേപ്പിലയും ഇച്ചിരി ഇഞ്ചിയും എടുത്ത് അത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരച്ച് കഴിഞ്ഞിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇച്ചിരി കടുകിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളി ഇട്ട് ഞാൻ വഴറ്റി. ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാളൻപുളിയാണെങ്കിൽ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ട്രിവാൻഡ്രം സ്റ്റൈലിലാണ് ഞാൻ മീൻ കറി ഉണ്ടാക്കുന്നത്, തേങ്ങ അരച്ച്. ഈ അരച്ച് വെച്ച ഈ തേങ്ങക്കൂട്ടെല്ലാം ഈ ചട്ടിയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് ഇച്ചിരി ഇത് തിള വന്നതിന് ശേഷം പുളി നമ്മൾ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ പുളിയാണെങ്കിൽ നമ്മൾ ഇതിൽ ഒഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടിട്ട് ഈ പുളി കരച്ച് വെച്ചേക്കുന്ന പുളിയാണെങ്കിൽ ഞാനത് ഒഴിക്കാൻ പോവുക. പുളി ഒഴിച്ചിട്ട് തിള വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഞാനിട്ട് കലക്കിയിട്ട് അത് തിള വന്ന ഉടനെ ഞാൻ മീനിടുന്നുണ്ട്. തിള വന്നതിന് ശേഷം നമ്മൾ മീനിടുകയാണെങ്കിൽ അതൊരു നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. മീനിടുന്നുണ്ട്. മീനിട്ടിട്ട് ഇത് ഞാൻ അടച്ച് വെച്ച് ഞാൻ വേവിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറി ലീഫ്, ഒരു പച്ചമുളക്, കുറച്ച് കറി ലീഫും പച്ചമുളകും ഞാനിട്ട് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. നല്ലൊരു മീൻ കറിയാണ്. ഇത് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുന്നവർക്ക് ഇത് മനസ്സിലാകും. നല്ല ടേസ്റ്റാണ്. വേറെ ഒരു കറിയും വേണ്ട, നല്ല അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്.